നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവിഹിത കഥകളും അതേപോലെ തന്നെ ഗർഭക്കേസുകളൊക്കെ മലയാളത്തിലെ മാപ്രകൾ എത്ര ദിവസമാണ്, എത്ര ആഴ്ചകളാണ് ചർച്ച ചെയ്തത് എന്ന് നമുക്കറിയാം. നമ്മൾ ആ സംഭവമൊന്നും മറന്നിട്ടേ ഇല്ല. ഇതാ ഇപ്പോൾ പാലക്കാട് നിന്ന് തന്നെ മറ്റൊരു കോൺഗ്രസ് നേതാവ്, അയാൾ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിൽ കൂടിയാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. അയാളുടെ പേരിൽ കൂടി ഇതാ ഇപ്പോൾ പുതിയ ഒരു അവിഹിതവും ഗർഭക്കേസും കൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നറിയാമല്ലോ. പാലക്കാട് MLA ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പുതിയ, അതായത് ഇയാളുടെ പേര് പ്രശോഭ് എന്നാണ്, ഇയാളുടെ പേര് പ്രശോഭ് സി വത്സൻ എന്നാണ് ഇയാളുടെ പേര്. ഇവർക്ക് രണ്ടുമുള്ള പൊതുവായിട്ടുള്ള സാമ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടകര MP ആയിരിക്കുന്ന ഷാഫി പറമ്പലിൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും. അതാണ് ഇവർ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യം. അയാളുടെ നഗ്ന ചിത്രങ്ങൾ അടക്കമുള്ള വീഡിയോകൾ അടക്കമുള്ളത് എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിന് മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾ ഇത് വാർത്തയായിട്ട് കൊടുത്തു. ഇദ്ദേഹം തന്നെ ഈ പോസ്റ്റിൽ പറയുന്നത്, ഇത് ഏപ്രിൽ 3-ാം തീയതി ഒരു ബോംബ് പൊട്ടിക്കുന്ന പോലെ ഞാൻ പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ അപ്പോഴേക്ക് ഈ സാധനം ലീക്കായി മറ്റു മാധ്യമങ്ങളോടെ വന്നതിനാൽ ഞാനിപ്പോൾ ഇത് തുറന്നു പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഷാഫിയുടെയും രാഹുലിൻ്റെയും വലങ്കയും ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പിഷാരടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളും പാലക്കാട് മുനിസിപ്പൽ കൗൺസിലറും കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ പ്രമുഖ നേതാവുമായ പ്രശോഭ് സി വത്സൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. തൽക്കാലം നഗ്ന വീഡിയോ ആളുകളുമായി പങ്കുവെക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് വീഡിയോയുടെ ചില സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കുന്നു. പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷന് വിധേയയാക്കിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ചെറിയ പെൺകുട്ടിയാണ്. മിനിയാന്ന് തന്നെ ഈ വിവരങ്ങളെല്ലാം എൻ്റെ അടുത്തത് എത്തിയതാണ്. ഏപ്രിൽ 3-ാം തീയതിക്ക് ശേഷം പൊട്ടിക്കാൻ വെച്ച ബോംബാണ്. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ ഇന്നത് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ മുമ്പിൽ പുറത്തു വിടുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രാജൻ ജോസഫ്. നിങ്ങൾ പലർക്കും അറിയാം. അദ്ദേഹം മുമ്പ് വിഷ്വൽ മീഡിയയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം മറ്റൊരു യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാ ദിവസവും വന്ന് മാധ്യമപ്രവർത്തനവും മറ്റും നിങ്ങളോട് കാര്യങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് എടുത്തത്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് തങ്ങളെപ്പറ്റി ഒരു മുസ്ലിം പേരിൽ തന്നെ, പക്ഷേ അത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു പേജിൽ ഇതേപോലെ ഒരു നാറ്റ കേസുമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനത് കണ്ടതാണ്, പക്ഷേ ഞാനത് വാർത്തയാക്കാനൊന്നും പോയില്ല. കാരണം എനിക്ക് ഉറപ്പില്ല അത് ഒറിജിനലാണോ അത് ഫേക്കാണോ. ഇത് പോരെങ്കിൽ എയുടെയും ജെമിനിയുടെയൊക്കെ കാലമാണ്. അതിനാൽ ഞാനത് ഒഴിവാക്കി വിട്ടു. കാരണം ആരാണ് മുഖം പോലും വ്യക്തമാക്കാത്ത ഏതോ ഒരു വ്യക്തി ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ആ അക്കൗണ്ട് ഉണ്ടാക്കിയത് എന്ന് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. അതിനാൽ പാണക്കാട് തങ്ങളുടെ ഈ വിഷയം ഞാൻ തൊട്ടതേയില്ല. അതൊടുവിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കേസായി. ഇപ്പോൾ മറ്റൊരു മുസ്ലിം നാമധാരിയെ തന്നെയാണ് അതിൽ അറസ്റ്റ് ചെയ്തത് എന്ന് അറിയാൻ സാധിച്ചു. കാശ് മേടിക്കാൻ വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത്. സത്യമാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ അത് എന്തായാലും നമുക്ക് ഉറപ്പില്ലാത്ത കേസാണ്. അതിനാൽ ഞാനത് വാർത്തയായിട്ട് നിങ്ങളോട് പങ്കുവച്ചിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് രാജൻ ജോസഫ് എന്ന് പറഞ്ഞ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തനം തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാര്യമില്ലാത്തൊരു കാര്യം, അതും വിത്ത് എവിഡൻസ്. അദ്ദേഹം ഈ പറയുന്ന പ്രശോഭിൻ്റെ നഗ്ന ചിത്രങ്ങളടക്കം, അതൊക്കെ നഗ്നയൊക്കെ മറിച്ച് തന്നെയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതടക്കമാണ് അദ്ദേഹം അതിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം വീഡിയോകൾ അദ്ദേഹത്തിന് കൈവശമെത്തി. മാത്രമല്ല, ഇത് ഇവരുടെ ഈ കുത്സിത പ്രവൃത്തിയൊക്കെ നമുക്ക് വിടാം. ഇതൊക്കെ ഈ സുഡാപ്പികൾ പറയുന്ന പോലെ ആണുങ്ങളാണ്, അങ്ങനെയാണ്, കഴിവുണ്ട്, അങ്ങനെയാണെന്നൊക്കെ അവർ ന്യായീകരണം പറയും. അതൊക്കെ അവരുടെ മിടുക്കായിട്ടോ എന്ത് വേണമെങ്കിലും കൂട്ടിക്കോ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇരയാക്കപ്പെടുന്നത് ആരാണ് എന്നാണ്. ഇവിടെ ഒരു കൊച്ചു ദളിത് പെൺകുട്ടി എന്നാണ് ഇയാൾ തരുന്ന സൂചന. അപ്പോൾ ഒരു പക്ഷേ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൻ്റെ ഗൗരവം അതീവ ഗുരുതരം തന്നെയാണ്. ഒന്നാമതൊരു ദളിത് പെൺകുട്ടിയാണ്, അതിന് പ്രായപൂർത്തിയായിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മുനിസിപ്പൽ കൗൺസിലർ, കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് ഇതിലെ ഈ പീഡന വീരനായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇയാൾ പീഡിപ്പിച്ചോ, ഇയാളാണ് ഇതിൻ്റെ ഉത്തരവാദി, ഇതൊക്കെ പറയേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. തൽക്കാലം അങ്ങനെ വിധിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ പങ്കുവെച്ച വിവരമനുസരിച്ച് അതീവ ഗൗരവമാണ്. കോൺഗ്രസിൻ്റെ ഇതാ തുടർച്ചയായിട്ടുള്ള അടുത്ത ആൾ കൂടിയാണ് സമാനമായ രീതിയിൽ ഒരേ തരത്തിലുള്ള ആരോപണത്തിൽപ്പെട്ടിരിക്കുന്നത്. അതും രണ്ടും പാലക്കാട് ജില്ല. ഒരാൾ പാലക്കാടുകാരനല്ല, പക്ഷേ പാലക്കാടിലെ MLA ആണ്. മറ്റൊരാൾ പാലക്കാടിലെ മുനിസിപ്പൽ കൗൺസിലറാണ്. രണ്ടുപേരുടെയും പൊതുവായിട്ടുള്ള സുഹൃത്ത് ഷാഫി പറമ്പിലാണ്. അതാണ് ഇവിടുത്തെ ഒരു സമാനത. എന്താണ് ഇത്? ഈ രണ്ട് കേസും തമ്മിലുള്ള സാമ്യം എന്ന് ചോദിച്ചാൽ പൊതുവായിട്ട് കാണുന്ന ഒന്ന് ഇതാണ്. ഷാഫി പറമ്പിലാണ് ഇവർ രണ്ടുപേരുടെയും ഉറ്റ സുഹൃത്ത്.